ഈ സമയത്ത് ഒരു ദിവസം സുഖേട്ടൻ്റെ മുറി വൈകിട്ട് വരുന്നു. ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ വന്ന് റൂമിൽ വന്നപ്പം സുഖേട്ടൻ മുറി വരുന്നു. സന്തോഷം എവിടെയാണ് പുറത്തേക്ക് പോയി. തമ്പി എനിക്ക് കാര്യം പറയാനുണ്ടെന്ന്. ഈസോട്ടായിരിക്കുന്നു. തമ്പി ഇവിടെ ഒരു ഇഷ്യൂ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞല്ലോ. ഞാൻ എന്തു പറ്റി? അല്ല, സുരേഷ് ഗോപി അവൻ വരില്ല, അവൻ വരാൻ ലേറ്റാവും എന്നൊക്കെ ഇങ്ങനെ കേട്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ഒത്തിരി ഡിലേ ആവും, അപ്പം അതിന് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ഇല്ലാത്ത കുറച്ച് പോർഷൻസൊക്കെ തീർത്ത് ചിലപ്പോൾ ഒരു ദിവസം 1-2 ദിവസം ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടിയൊക്കെ വന്നേക്കാം. ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല തമ്പി, എനിക്കറിയാമല്ലോ സ്ക്രിപ്റ്റ്, ഞാൻ ആ സ്ക്രിപ്റ്റൊക്കെ വായിച്ചു നോക്കി. അത് ഞാൻ ചെയ്യാം ആശാനെ റോള്, അവൻ ചെയ്യുന്നേക്കാളും ഗംഭീരമായിട്ട് ഞാൻ ചെയ്തു തരാം, നമുക്ക് ചെയ്യാം. അവന് ഞാൻ എന്നെ വെച്ച് റോൾ കൊടുത്താൽ മതി. അത് ഇൻസ്പെക്ടർ റോളാണ്, അത് വലിയ കാര്യമുള്ള റോളൊന്നുമല്ല, പക്ഷേ അത് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സുഖേട്ടാ, ഗംഭീരമായ അഭിപ്രായമാണ് സുഖേട്ടൻ പറഞ്ഞത്, ഒരു സംശയമില്ല അതിൽ. പക്ഷേ സുഖേട്ടന് ഇതൊരു 5 വർഷം മുമ്പോ 10 വർഷം മുമ്പോ ആണ് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സുഖേട്ടന് ആ റോളിന് തീർച്ചയായിട്ടും സുഖേട്ടൻ ഫിറ്റായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സുഖേട്ടൻ ആ ക്യാരക്ടറിന് വന്നാൽ ചിലപ്പോൾ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു വരില്ല. കാര്യം സുഖേട്ടൻ്റെ ഒരു ഇമേജ് മാറിയിട്ടുണ്ട്. സുഖേട്ടൻ വില്ലൻ ചെയ്തിട്ടുണ്ട്, പലതിലും നെഗറ്റീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു വന്നപ്പോൾ അതൊരു ഒരു ഒരു ടിപ്പിക്കൽ ക്യാരക്ടറായി പോവും. സുഖേട്ടൻ ചെയ്ത ആ ക്യാരക്ടർ നിൽക്കത്തില്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നല്ലേ, നമ്മൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സുഖേട്ടൻ്റെ ഒരു കോൺഫിഡൻസും എനിക്ക് അദ്ദേഹത്തിൻ്റെ അതൊക്കെ വലിയ ഇഷ്ടപ്പെട്ടു. ഞാൻ സുഖേട്ടാ ഇല്ല, എന്തായാലും സുരേഷ് ഗോപിയെ വേഷം ചെയ്തുള്ളൂ, അല്ലെങ്കിൽ ഈ പടം ചെയ്യില്ല എന്ന് വയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സുഖേട്ടൻ വലിയ നിരാശനായിട്ടൊക്കെ പോയി. പിന്നെ അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ പുള്ളി ചെയ്ത പയ്യൻ്റെ റോളിലൊക്കെ പുള്ളി അഭിനയിക്കുകയൊക്കെ ചെയ്തു. അതൊന്നും വളരെ പ്രൊഫഷണലായിട്ടുള്ള ആക്ടറാണ് സുഖേട്ടൻ, വളരെ പ്രൊഫഷണലാണ്. പക്ഷേ പുള്ളിയുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനൊരു വേഷം, ആ വേഷം ചെയ്താൽ സുരേഷ് ഗോപി ചെയ്തതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് വന്നു കാണാം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പം നമുക്ക് തോന്നുന്ന, കാരണം നമ്മളല്ലല്ലോ നമ്മളെ ജഡ്ജ് ചെയ്യേണ്ടത്, നമ്മളെ ജഡ്ജ് ചെയ്യേണ്ടത് മറ്റൊരാളാണ്. കാര്യം നമുക്ക് എല്ലാം ചെയ്യാൻ തോന്നും. എനിക്ക് നാളെ തോന്നും ഞാൻ അത്യാവശ്യം അഭിനയിക്കുന്ന ഒരാളാണ്, ആ വേഷം ഞാൻ ചെയ്താൽ എന്താ എന്നൊരു തോന്നൽ എനിക്കുണ്ടായാൽ അതിൻ്റെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. കാര്യം ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്തിട്ട് ഞാനാണ് വലിയ നടനെന്നും ഞാൻ ചെയ്യുന്നതിനപ്പുറം വേറെ ആരും ചെയ്യില്ല എന്നൊരു ധാരണ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാനായിരിക്കും ഏറ്റവും വലിയ മണ്ടനും ഏറ്റവും വലിയ വിഡ്ഢിയും. അപ്പോൾ അതുകൊണ്ട് സുഖേട്ടൻ അങ്ങനെ തോന്നിയാൽ സുഖേട്ടനെ തെറ്റി കുറ്റം പറയാൻ പറ്റില്ല. സുഖേട്ടന് അത് തോന്നാം, തീർച്ചയായിട്ടും തോന്നാം. പക്ഷേ അത് ഞാൻ പറഞ്ഞു പറ്റില്ല സുഖേട്ടാന്ന് പറഞ്ഞു, അത് അവിടെ വെച്ച് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സുരേഷ് ഗോപി വന്നു. സുരേഷ് ഗോപിയുടെ സീനുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. സുരേഷ് ഗോപി പിന്നെ മലയാള സിനിമയിൽ ഏറ്റവും വലിയ നെടുങ്കൻ രഞ്ജി പണിക്കരുടെയൊക്കെ ഡയലോഗുകളൊക്കെ വെച്ച് കാച്ചുന്ന ഡയലോഗ് വിരുദ്ധനായിട്ടൊക്കെ സുരേഷ് ഗോപി പിന്നെ മാറി. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് രംഗം, പിന്നെ പലപ്പോഴും അത് ഒരുപാട് നൈറ്റ് സീൻസ് ഉള്ളൊരു സിനിമയായിരുന്നു. കൂടുതലും നൈറ്റിൽ ഷൂട്ടിങ് പലർക്കും ഇറിറ്റേഷനൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പലപ്പോഴും ജയറാമ കൂടെ എനിക്കൊരു പേര് പോലും ഇട്ടു. രാത്രി സ്വപ്നത്തിൽ ഞാനൊരു കയ്യിൽ പുകയൊക്കെ ഇടും, രാത്രി നൈറ്റ് ഷൂട്ടിങ്ങാണ്, സ്മോക്കൊക്കെ ഇട്ട് ഒരു കയ്യിൽ പുകയും ഒരു കയ്യിൽ തീപ്പന്തമായിട്ടൊക്കെ ഞാൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ജയറാം അടിച്ചിറങ്ങി കഥകൾ. കാര്യം കൂടുതലും നൈറ്റ് ഷൂട്ടിംഗ് ആണല്ലോ, രാത്രിഞ്ചരൻ എന്നൊക്കെ പറഞ്ഞ് പേരെ കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഈ സുരേഷ് ഗോപിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞിട്ട് അയാളിങ്ങനെ ഒരു ട്രാപ്ഡായിട്ട് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. പോലീസും, ഇപ്പോൾ സുഖേട്ടൻ പോലീസ് ഓഫീസറാണ്, സിദ്ദിഖ് മറ്റൊരു പോലീസ് ഓഫീസറാണ്, കുഞ്ചൻ വേറൊരു പോലീസ് ഓഫീസറാണ്, ഉർവശി അദ്ദേഹത്തിൻ്റെ ഭാര്യ നിൽപ്പുണ്ട്, ജയറാം നിൽപ്പുണ്ട്. ഇങ്ങനെയുള്ള ട്രാപ്ഡായിട്ടൊരവസ്ഥയിൽ ഇയാൾ പിടിക്കപ്പെട്ടു, ഇയാൾ പൂർണ്ണമായും പോലീസിനകപ്പെട്ടു എന്ന് മനസ്സിലായിട്ട് ഇയാൾ സൂയിസൈഡ് ചെയ്യും. അതാണ് ക്ലൈമാക്സ്. അപ്പോൾ അത് വളരെ ഡ്രമാറ്റിക്കായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു സീനാണ്. അത് ഏകദേശം 1.5 പേജുള്ള ഡയലോഗാണ്. ഇയാളുടെ ഈ ജീവചരിത്രവും കുറ്റസമ്മതമൊക്കെ നടത്തിയിട്ട് കയ്യിലൊരു മദ്യക്കുപ്പിയായിട്ട് ഇയാളിങ്ങനെ വരും, വന്ന് അതിങ്ങനെ മദ്യം ഇങ്ങനെ കുടിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ പയ്യെ ഒഴിച്ച് വന്ന് ഫൈനലി ഇയാൾ ലൈറ്റ് എടുത്ത് ബോഡിയെല്ലാം കത്തിക്കുന്നതാണ് ക്ലൈമാക്സ്. ഇതാണ് എൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഇതൊരു പെർഫോമൻസാണ്. ഓരോരുത്തരുടെ അടുത്ത് നിന്ന് സുഖേട്ടൻ്റെ അടുത്ത് പെർഫോം ചെയ്യും, ജയറാമിൻ്റെ അടുത്ത് പോയി പെർഫോം ചെയ്യും. അതിങ്ങനെ ഒരു ഫുൾ ഷോട്ട് ഇങ്ങനെ വെച്ചിരിക്കുക രാത്രി. അപ്പം ഒരു 3 റിഹേഴ്സലായി, 4 റിഹേഴ്സലായി, 5 റിഹേഴ്സലായി, 6 റിഹേഴ്സലായി. ഞാൻ പറഞ്ഞു സുരേഷെ നമുക്ക് എടുക്കാം, സന്തോഷമൊക്കെ പറഞ്ഞു എടുക്കാം. രാത്രി 2-2:30 മണിയായത്. അപ്പം സുരേഷേ എനിക്ക് ഒരു റിഹേഴ്സലൂടെ വേണം. അവസാനം നോക്കി എല്ലാവർക്കും ഒരു ദേഷ്യം വരുന്ന അവസ്ഥയായി. പക്ഷേ അപ്പോഴും സുരേഷ് വീണ്ടും നന്നാകണം എന്നുള്ള അയാളുടെ ഒരു ത്വര,
അയാൾ ഒരിക്കലും കുറ്റം പറയില്ല ഞാൻ. കാരണം അയാൾക്ക് അങ്ങനെ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഇത്രയും വലിയൊരു ഡയലോഗും അത് പെർഫോം ചെയ്യേണ്ട ഒരു അവസ്ഥ, ആ അവസരം അയാൾ മാക്സിമം നന്നാക്കാൻ അയാൾ ശ്രമിച്ചു. പക്ഷേ സുരേഷ് ഗോപി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം സുഖുവേട്ടൻ്റെ ഒരു എന്തൊക്കെയോ ഒരു ഇറിറ്റേഷനോ സുഖേട്ടൻ ഇവൻ ആരിത് കുറേ നേരമല്ലോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്, ഇവനാര് ശിവാജി ഗണേശനാണ് കുറേ നേരമായും കാണിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സുഖേട്ടൻ്റെ വായിൽ നിന്ന് അബദ്ധത്തിലങ്ങ് വീണു. അടുത്ത് ഞാൻ കാണുന്ന പൊട്ടിക്കരയുന്ന സുരേഷ് ഗോപിയാണ്. ഇവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടുത്ത മുറിയിലോട്ട് പോയി ആകപ്പാടെ തൊലഞ്ഞു. ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കോമ്പിനേഷൻ ഇനി കിട്ടാൻ ഉർവശി ഭയങ്കര ബിസി, ജയറാം ഭയങ്കര ബിസി, എല്ലാവരും ബിസിയാണ്. എന്ത് ചെയ്തെന്ന് എടുത്തില്ലെങ്കിൽ ഇത് കുഴയും. മണിയണ്ണം തലയിൽ കൈ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ആകപ്പാടെ ഒരു ചളിപ്പ് സിറ്റുവേഷനായി. എന്താ ചെയ്യുക? സുഖേട്ടൻ വേറെ മുറിയിലോട്ട് പോയി. എടുക്കണമെങ്കിൽ എടുക്കാശാനെ, മണി ഇത്രയായി, എനിക്ക് മുറിയിൽ പോകണമെന്ന് പറഞ്ഞ് സുഖേട്ടൻ. അവസാനം സുരേഷ് ഗോപി പോയി കരച്ചിലോടെ കരച്ചിൽ. അവസാനം ഇവർക്കാർക്കൊക്കെ സുഖേട്ടനോട് നല്ലൊരു അടുപ്പമുള്ള ഒരാളാണ് കുഞ്ചൻ. അവർ പണ്ടേ കുഞ്ചൻ നല്ല പ്രായമുള്ള വ്യക്തിയാണ്. കുഞ്ചനും സുഖുവേട്ടനും സോമേട്ടനും ജനാർദ്ദനൻ ചേട്ടനും ഇവരെല്ലാം ഒന്നിച്ച് മദിരാശിയിൽ താമസിച്ചതും അതിൻ്റെ ഒരുപാട് രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ചനും വലിയ അടുപ്പം. കുഞ്ചൻ നേരെ പറഞ്ഞ് സുഖേട്ടനും ചോദിച്ചു, എടാ നീ അത് പോക്കത്തിലടാ കാണിച്ചെന്ന് ചോദിച്ചു. നീ മലയാളത്തിലെ വലിയ ആക്ടറാണ്, നീ വലിയ പൊസിഷനിൽ നിന്ന ആളാണ്, നീ ഹീറോ ആയിരുന്ന ആളാണ്, നീ ഇങ്ങനെ ഒരു പുതിയ പയ്യൻ്റെ അടുത്ത് മോശമായി പെരുമാറിയില്ലേ? കുഞ്ചൻ വളരെ സോഫ്റ്റ് ആയിട്ടൊരു വ്യക്തിയാണ് അങ്ങേരെ അങ്ങനെ ഒരു വാക്കൊന്നും ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുമില്ല. അങ്ങനെ ആരെയും അങ്ങനെ വഴക്ക് പറയണേ ഞാൻ കണ്ടിട്ടുമില്ല. വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. പോയി മാപ്പറിടാന്ന് പറഞ്ഞു. അവസാനം സുഖേട്ടൻ രണ്ടും കെട്ടിട്ട് നേരെ എണീറ്റ് സുരേഷ് ഗോപി കരഞ്ഞുകൊണ്ടിടക്കയാൾ കട്ടിലിൽ കിടന്ന് കരയുക. ചെന്ന് കട്ടിലിരുന്ന് തട്ടി പറഞ്ഞ് ക്ഷമിക്കടാ, മറ്റടാ, മറിച്ചടാ, വാടാ, പോടാ, കിടാ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചെണീപ്പിച്ച് അവസാനം കണ്ണൊക്കെ തുടച്ച് വീണ്ടും മേക്കപ്പ് ടച്ച് ചെയ്ത് വീണ്ടും വന്ന് സുരേഷ് അഭിനയിച്ചു. പക്ഷേ ആ അഭിനയിച്ചതുണ്ടല്ലോ, ആ ഷോട്ട് അതുവരെ സുരേഷ് 6 or 7 റിഹേഴ്സൽ ചെയ്തതിനേക്കാളും അതിഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തത്. അതിഗംഭീരം. എനിക്ക് തോന്നുന്നു അതിന് വേണ്ടി ആയിരിക്കാം അങ്ങനൊരു ഡ്രാമ അവിടെ നടന്നതെന്ന് പോലും ഞാൻ പിന്നെ ആലോചിച്ചിട്ടുണ്ട്. ആ ഷോട്ട് അങ്ങോട്ട് കഴിഞ്ഞു, ആ തീ കൊളുത്തുന്ന സംഭവം കഴിഞ്ഞു. ഷോട്ട് കട്ട് പറഞ്ഞതും സുഖേട്ടൻ ഓടി വന്ന് സുരേഷിന് കെട്ടിയങ്ങ് പിടിച്ചു. എടാ കലക്കിയിടാന്ന് പറഞ്ഞിട്ട് അതൊരു സുരേഷ് അപ്പം വീണ്ടും കരഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു. അതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് സുരേഷ് ഗോപി പിന്നെ സ്റ്റെപ്പായിട്ട് കയറി ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് എത്തി. ന്യൂ ഇയർ എന്ന സിനിമ, അതിൽ വേറൊരു രസകര അനുഭവമുണ്ട്. അത് എനിക്ക് തോന്നുന്നു സുഖേട്ടനായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു ദിവസം ഇതുപോലെ ഫുൾ നൈറ്റാണല്ലോ ഷൂട്ടിങ്. നൈറ്റ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് സുഖേട്ടനൊന്ന് രാവിലെ പോകണം, വേറെ എവിടെ പടത്തിൽ കമ്മിറ്റഡാണ്. ഒരു സീൻ സുഖേട്ടൻ എടുക്കണം, ഡേ എഫക്റ്റിലൊരു സീൻ എടുക്കാറുണ്ട്. ഒരു വീട്ടിൽ പോയി സെർച്ച് ചെയ്തിട്ട് ഒരു താക്കോലാണ് ആ സിനിമയുടെ ഇഷ്യൂ. ആ താക്കോൽ വേറൊരു വീടിന് ചേരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോലീസ് ഓഫീസറായ സുഖേട്ടൻ പോകുന്ന സീനാണ്. അതെടുത്തേ പറ്റൂ. അത് ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ തന്നെ എടുക്കുകയും വേണം, ഒരു എസ്റ്റേറ്റിന് നടുക്കെടുക്കണം. അപ്പോൾ നമ്മൾ സുഖേട്ടൻ ഈ സീൻ എടുക്കണം, സുഖേട്ടൻ നിന്നേ പറ്റുള്ളൂ. എനിക്ക് ഇരിക്കാൻ പറ്റില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, സീൻ എങ്ങനെ എടുക്കും? അപ്പോൾ നേരം വിളിക്കുന്നു, ഷൂട്ടിങ് തീരാൻ പോകുന്നു, 4-4:30 മണിയാവുന്നു. തമ്പി ഇപ്പം പോയി എടുക്കാൻ പറ്റുമോ? ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വരുന്ന സീൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതായത് ഫുൾ അന്ന് പകൽ മുഴുക്കാൻ ഷൂട്ട് ചെയ്തു, അന്ന് രാത്രി മുഴുക്കാൻ ഷൂട്ട് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 5 മണിക്കാണ് ഈ സംഭവം നടക്കാൻ പോകുന്നത്. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് പോകണമെങ്കിൽ 1 മണിക്കൂർ പോകണം അടുത്ത ലൊക്കേഷനിൽ ചെല്ലാൻ. ഇവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് വീണ്ടും ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യണം. ഞങ്ങൾ വിചാരിച്ച് എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ വെച്ചിട്ട് റൂമിൽ പോയി കുളിച്ചിട്ട് കുറച്ച് ഫ്രഷായിട്ട് ഒരു 9-10 മണിക്ക് വീണ്ടും വന്ന് ഇവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോഴാണ് സുഖമായിട്ടും പറയണത് എനിക്കിന്ന് പോയേ പറ്റുള്ളൂ, ഇതെടുത്തേ പറ്റൂ. അങ്ങനെ 5:30 മണിക്ക് എല്ലാം ഷിഫ്റ്റ് ചെയ്ത് അത്യാവശ്യ യൂണിറ്റും സെറ്റപ്പുകളുമായിട്ട് 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോയി രാവിലെ ആ സീൻ എടുത്തിട്ട് സുഖേട്ടനെ വിട്ടിട്ടുണ്ട്. അത് സുഖേട്ടനെയും സമ്മതിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രായവും കുറച്ച് പ്രായമായ സമയമാണ് അദ്ദേഹം. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ, നല്ല തണുപ്പും, ഈ ഡിസംബർ ജനുവരി സമയമാണിത്. ആ സമയത്ത് അദ്ദേഹം വന്ന് അഭിനയിച്ചു. ഞങ്ങൾ ആ സീൻ കഴിഞ്ഞിട്ട് പോയി കുറച്ച് കഴിഞ്ഞ് ഉറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അടുത്ത ഷൂട്ടിംഗ് നടത്തിയുള്ളൂ. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.
അപ്പോൾ അതുപോലെ തന്നെ ഈ അതിൻ്റെ മദിരാശിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അപ്പോൾ അതിലെനിക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഈ ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യും, അതിൻ്റെ എഡിറ്റിങ്ങും ഓരോ ടെൻഷനും. അങ്ങനെ മദ്രാസിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം സന്തോഷ് ഈ പറഞ്ഞ പോലെ സന്തോഷിന് വേറെ എന്തൊരു പടത്തിൻ്റെ ക്ലാഷ് വന്നിട്ട് ആനന്ദക്കുട്ടനാണ് പകരം ക്യാമറമാനായിട്ട് വന്നത്. അപ്പോൾ ഒരു കോർട്ട് സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ കോർട്ട് സീക്വൻസിൽ തിലകൻ ചേട്ടനാണ് അതിൽ ഒരു വക്കീലിൻ്റെ ക്യാരക്ടർ. ഇപ്പുറത്ത് സുഖേട്ടനുണ്ട്, സുരേഷ് ഗോപി ഉണ്ട്. അങ്ങനെ കോർട്ട് സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം AVM ഒരു കോർട്ട് സെറ്റാണ്. അപ്പോൾ അതിനകത്ത് ക്രെയിൻ ഷോട്ടാണ്, ക്രെയിൻ ഇട്ടിരിക്കുക. അപ്പം ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് ഈ മോണിറ്ററോ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ക്രെയിൻ ഷോട്ടിലാണെങ്കിൽ ക്രെയിനിൽ കയറി പോയിരുന്ന് കണ്ടാലേ നമുക്ക് ഷോട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാനങ്ങനെ ക്രെയിനിൽ കയറി ക്രെയിൻ ഇങ്ങനെ പൊങ്ങി മുകളിൽ വന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എങ്ങനെയോ ക്രെയിൻ താന്നു, ഞാൻ താഴെ വീണു. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്ന ഹോസ്പിറ്റലാണ്. ഫെയിൻ്റായിപ്പോയി ഞാൻ. കണ്ണു തുറന്നപ്പോൾ ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇവരെല്ലാം സ്റ്റക്കപ്പാണ് സ്റ്റുഡിയോയിൽ. അപ്പോൾ എനിക്ക് ഈ ഉറക്ക ക്ഷീണവും എന്തെല്ലാം കൊണ്ടോ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ അതുപോലെ എനിക്ക് സിനിമയിൽ തന്നെ അഭിനയം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഷൂട്ടിങ് നിർത്തണ്ട എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അവൾ ബ്രേക്ക് ചെയ്തു. പിന്നെ അതിന് ശേഷം വേറെ ദിവസം അതുപോലെ ഷൂട്ട് വെച്ചിട്ടാണ് അത് തീർത്തത്. അതൊരു കലർപ്പടയിലൊരു വലിയ അനുഭവമായി. ന്യൂ ഇയറിലെ വലിയൊരു അനുഭവമായിരുന്നു അത്. അത് കഴിഞ്ഞ് ന്യൂ ഇയറിൻ്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂ ഇയർ ഷൂട്ട് ചെയ്തത് സന്തോഷ് ശിവനാണല്ലോ ക്യാമറ. സന്തോഷ് ശിവൻ പറഞ്ഞു നമുക്ക് കൂടുതലും ഒരു വീടിൻ്റെ ലൊക്കേഷനാണ്, അത്യാവശ്യം കുറച്ച് ഔട്ട്ഡോറുകളുണ്ട്, ഒരു 70-80% ഒറ്റ വീട്ടിലാണ്, റാണി ബംഗ്ലാവ് എന്ന് വെച്ചാൽ ബംഗ്ലാവിലാണ്. സന്തോഷ് ശിവൻ തമ്മിൽ നമുക്ക് വേറെ രീതി ചെയ്യാം സിനിമ. നമുക്കിതിനകത്ത് ലൈറ്റ് യൂണിറ്റ് വേണ്ട, അതായത് യൂണിറ്റ് വേണ്ട, ലൈറ്റ്സ് വേണ്ട. അന്ന് HMI ഒന്നുമില്ല, അന്ന് HMI ഒന്നും ആയിട്ടില്ല. ഒരു 5K ലൈറ്റ്സ് വേണം. ഒരു ലൈറ്റ്, ഒരേ ലൈറ്റ്, വെളിയിൽ ഔട്ട്ഡോറിൽ വല്ലതും പുറത്ത് കാണിക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി ഒരു 5K ലൈറ്റ് വേണം. പിന്നെ എല്ലാം ഫോട്ടോ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ബൾബുണ്ട്. ആ ബൾബ് 20 ബൾബ് വെച്ചിട്ട് 5 ബോർഡ് ഉണ്ടാക്കി. ഇതെല്ലാം സന്തോഷിൻ്റെ ഐഡിയയാണ്, എൻ്റെ ഐഡിയ അല്ല. 5 ബോർഡും പിന്നെ അത്യാവശ്യം കുറേ ഫോട്ടോ ഫ്ലഡ് ബൾബുകളും മാത്രം, യൂണിറ്റില്ല. അങ്ങനെയാണ് ആ പടം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിച്ചൽ ക്യാമറയിലാണ് ആ പടം ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആ സിനിമ ഇപ്പോൾ കണ്ടു നോക്കണം. ഓരോ ഫ്രെയിമിൻ്റെയും ആ ക്ലാരിറ്റി അറിയണമെങ്കിൽ ആ മിച്ചൽ ക്യാമറയുടെ ലെൻസിൻ്റെ ക്ലാരിറ്റിയാണത്. അത് സിനിമ അത് ഷൂട്ടിങ്ങിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സിനിമയാണ്. നമ്മൾ സാധാരണ നമ്മളൊരു ഷോർട്ട് ഡിസോൾവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രാഫിക്സ്, ഇപ്പോൾ ഗ്രാഫിക്സ് വർക്കാണ്. പണ്ട് നമ്മൾ ഒപ്റ്റിക്കൽ വർക്ക് എന്ന് പറയും, ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് ഡിസോൾവ് ചെയ്ത് പോകുന്നത് ഒപ്റ്റിക്കൽ. അപ്പോൾ ഒപ്റ്റിക്കൽ കൊടുക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവിൻ്റെ ക്ലാരിറ്റിയും കുറയും. പക്ഷേ ഇത് ക്യാമറയെ തന്നെ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ മിച്ചലിൽ പറ്റും. അങ്ങനെ മിച്ചൽ ക്യാമറ സന്തോഷ് ശിവൻ്റെ സ്വന്തം ക്യാമറയാണ്. ആ ക്യാമറയിലാണ് ആ പടം കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൂടെ ഒരു പുള്ളിയുടെ തന്നെ ആരി ക്യാമറ കൊണ്ടുവന്നു, പുറത്ത് ഔട്ട്ഡോറൊക്കെ പോകണം. ഇത് വലിയ ഹെവി വെയിറ്റ് ആയത്, കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു ആരി ക്യാമറ, പുള്ളിയുടെ തന്നെ സ്വന്തം ആരി ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശിവൻ സ്റ്റുഡിയോയുടെ അവരുടെ ക്യാമറ തന്നെയാണ് രണ്ടും. അത് വെച്ചാണ് ഷൂട്ട് ചെയ്തത്. വേറെ അതിന് അസിസ്റ്റൻസോ ഒന്നുമില്ല, യൂണിറ്റില്ല. ഈ പറഞ്ഞ ലൈറ്റ്സും അവിടുത്തെ കണക്ഷൻ മാത്രമേ ഉള്ളൂ. അത് വെച്ചാണ് അപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അത് തിരുപ്പതി ചിട്ടിയ ഇടയ്ക്ക് വരുമ്പോൾ പുള്ളി ഇങ്ങനെ ഒരു അന്തം വിട്ടൊക്കെ നോക്കും, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ഇന്ന് കാണിക്കുന്ന പിള്ളേർ, ഇതൊക്കെ ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് വല്ലാത്തൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നതിൽ. പലപ്പോഴും അത് മണിയണ്ണത്ത് പറഞ്ഞ് മണിയണ്ണൻ ചോദിച്ചു, മണിയണ്ണൻ തമ്പി നിങ്ങൾ കോൺഫിഡൻസ് താനേ? ഞാൻ ഫുൾ കോൺഫിഡൻസ്. സന്തോഷമല്ലേ? സന്തോഷം അങ്ങനെ ഇല്ലയെന്ന് പറയത്തില്ല, സന്തോഷം പറഞ്ഞതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം ഇതിൽ ഈ സന്തോഷിൻ്റെ കൂടെ അന്ന് അസിസ്റ്റൻ്റായിരുന്നു സഞ്ജീവ്. അപ്പോൾ സഞ്ജീവിനിടയ്ക്ക് സന്തോഷം തലക്കിട്ട് അടിയും ഒക്കെ ഉണ്ട്. സഞ്ജീവാണ് ഈ ഫോക്കസ് നോക്കേണ്ടത്. കാര്യം ഇതിൽ വലിയ കോംപ്ലിക്കേഷനുള്ള സംഭവം മിച്ചലിൽ ഫോക്കസിങ് ആണ്. ഭയങ്കര കോംപ്ലിക്കേഷനാണ്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആവും. അപ്പോൾ അത് സഞ്ജീവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സഞ്ജീവ് വളരെ തെറ്റിയ ആട്ടിയപ്പോൾ കിട്ടും, ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു ദിവസം ഒരു ഔട്ട്ഡോറിൽ സീൻ എടുക്കണം. അപ്പം ഇവിടുന്ന് മൊത്തം ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, ആരി ക്യാമറ ഇരിപ്പുണ്ട്. അപ്പോൾ ചെറിയൊരു സീക്വൻസാണ് അത്, ബാബു ആൻ്റണിയും പ്രതാപ് ചന്ദ്രനുമായിട്ടുള്ള ചെറിയ സീക്വൻസാണ്. അപ്പോൾ
എൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്യുന്നത് VM വിനുവാണ്. അതിനു മുമ്പ് കലാൾപ്പട എന്ന സിനിമയിലാണ് VM വിനു ഒന്ന് ജോയിൻ ചെയ്തത്. ഇതിൽ വേറൊരു അസോസിയേറ്റ് ജോർജ് എന്നൊരാളുണ്ട്. പക്ഷേ അവരൊക്കെ ഈ പറഞ്ഞ സിനിമയുടെ ഈ ഒരു സ്ഥിരം അസോസിയേറ്റ് ഡയറക്ടർ ലെവലിൽ വിനു ഞാനായിട്ട് സ്ക്രോ ഡ്രാമ പ്രോഡക്റ്റാണ്. മാത്രമല്ല രഞ്ജിയുടെ ഫ്രണ്ടാണ്, അലക്സിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെയൊക്കെ വന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പം ഞാൻ വിനുവിനെ വിളിച്ചിട്ട് വിനുവിനെയും സഞ്ജീവിനെയും കൂടെ ഞാൻ ഷോട്ടുമൊക്കെ മാർക്ക് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു വിട്ട് സഞ്ജീവും വിനുവും കൂടെ പോയാണ് ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ട് വന്നു. സഞ്ജീവ് ശങ്കർ എന്നുള്ള പേരന്നില്ല, അന്ന് സഞ്ജീവാണ്. സഞ്ജീവ് ശങ്കർ എന്നുള്ള പേരായി കൊടുക്കുന്നത് ഞാനാണ്. അത് പിന്നെയുള്ള കഥയാണ്. അപ്പോൾ സഞ്ജീവ് ശങ്കർ ആണ് അന്ന് ഈ പറഞ്ഞ ഒരു സീൻ പുറത്ത് ഷൂട്ട് ചെയ്യണപ്പം VM വിനു എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ജോർജ് എന്ന് വേറെ ആൾ അസോസിയേറ്റ് ഉണ്ട്. അതിൽ ഞാൻ VM വിനുവിനെ ഞാൻ ഈ സീനിൻ്റെയൊക്കെ ഡിവൈഡ് ചെയ്ത് ഒരു ചെറിയൊരു സീക്വൻസാണ് അത്. പ്രതാപേന്ദ്രനും ബാബു ആൻ്റണിയുടെ സീനാണ്. അത് എടുക്കാൻ സഞ്ജീവ് ശങ്കറിനെയും വിനുവിനെ വിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, പടത്തിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അത് നല്ലൊരു പാട്ട്, സ്മിതയുടെ നല്ലൊരു പാട്ടുണ്ട്. ഗംഭീരമായിട്ട് ആ ഓരോ ഷോട്ട് ബൈ ഷോട്ടൊക്കെ ഈ മിച്ചൽ ക്യാമറയിലാണ് ഡിസോൾവ് ചെയ്തൊക്കെയാണ് ആ സിനിമയിൽ എടുത്തിരിക്കുന്നത്. പല സീക്വൻസുകളും കാണുമ്പോൾ അറിയാം, എല്ലാം ഡിസോൾവ്സാണ്. ഓരോ ഷോട്ട് ഡിസോൾവ്, നല്ല ഫ്രെയിമിങ്ങും നല്ല ലൈറ്റിങ്ങും ഒക്കെയാണ് ആ പടം. അപ്പോൾ ഇത് ചെട്ടിയാർക്ക് മാത്രം ഇതിനകത്തൊരു കോൺഫിഡൻസ് ഇല്ല. കാര്യം ഇത് തെളിയുമാ, മൂഞ്ചി തെളിയുമാ എന്നുള്ളൊരു ഡൗട്ടാണ്. കാര്യം ഇത് ലൈറ്റും കാണുന്നില്ല. ആ പടം 4 ബൾബും വെച്ചിട്ട് ഒരു ഷൂട്ട് ചെയ്യുന്നു. എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? മാത്രമല്ല വേറൊരു രസമെന്ന് വെച്ചാൽ അന്ന് ചരിത്രത്തിലില്ലാത്ത സംഭവമാണ്. നമ്മൾ സിനിമ വീട് ഇൻഡോർ ഷൂട്ട് ചെയ്യുമ്പം ഡേ സീൻസ് എടുക്കുമ്പം നമുക്കൊന്നാൽ ലൈറ്റ്സ് കുറവായതുകൊണ്ട് അകത്തെ ലൈറ്റുകളെല്ലാം ഓൺ ചെയ്തിടും. ഇപ്പം നമ്മൾ ഏത് വീട്ടിൽ പോയാലും ലൈറ്റ് ഇടാത്ത വീടുണ്ടോ? പകലായാലും ലൈറ്റ് വീടിനകത്തുണ്ടാവും. പണ്ട് സിനിമകളിൽ നൈറ്റ് സീനിൽ മാത്രമേ ലൈറ്റ് ഇടുള്ളൂ. അപ്പം ഇത് എല്ലാ സീനുകളിലും ഡേ സീനിലുമൊക്കെ വീടുകളിനകത്തുള്ള സോഴ്സ് ലൈറ്റുകളെല്ലാം ഓണായിരിക്കും. അപ്പോൾ ഇത് പ്രസാദ് ലാബിലാണ് ഇത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഒരു സീൻ നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് പ്രിൻ്റ് ചെയ്യും. ഒരു സീൻ പ്രിൻ്റ് ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ ഊട്ടിയിലൊരു നല്ല തിയേറ്ററുകളൊന്നുമില്ല, ഒരു മോശം തിയേറ്ററാണ് ഊട്ടിയിലുള്ളത്. അപ്പോൾ ഒരു സീൻ മാത്രം പ്രിൻ്റ് ചെയ്ത് അവിടെ നിന്ന് കൊടുത്തു വിട്ടു. അപ്പോൾ അത് ഡേ സീനായിരുന്നു, ഇങ്ങനെ ഒരു വീടിനകത്ത് ഷൂട്ട് ചെയ്ത്. പക്ഷേ ഇവർ നോക്കിയപ്പോൾ അതിനകത്ത് ലൈറ്റെല്ലാം ഓൺ ആയതുകൊണ്ട് ഇവരത് നൈറ്റ് സീനാണെന്ന് വിചാരിച്ചിട്ട് നൈറ്റായിട്ട് ഗ്രേഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കൊടുത്തു വിട്ടു. സന്തോഷ് കണ്ടുകൊണ്ട് സന്തോഷ് ഇറിറ്റേറ്റഡായി, ചീത്ത വിളിയും ബഹളമായി. സന്തോഷ് എന്നെ കാണിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് നേരെ STD വിളിച്ച് പൊന്നയ്യൻ എന്ന് പറഞ്ഞ ആളാണെന്ന് പ്രസാദിൻ്റെ ലാബ് ഇൻചാർജ്, മലയാളിയാണ്. അങ്ങനെ പൊന്നയ്യനെ വിളിച്ച് പൊന്നയ്യൻ പറഞ്ഞു, എനിക്കങ്ങനെ അറിയാൻ പറ്റും, നിങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്താൽ ഇതാരും ചെയ്യണ കാര്യമാണോ? നൈറ്റാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അവൻ പറഞ്ഞ് ഇല്ല, ഇത് സിനിമയിലെ എല്ലാ സീനും ഡേ സീനും എല്ലാം പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളണം, ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സോഴ്സിലൂടെ വിൻഡോയിലോ ഔട്ട്ഡോർ കാണും. ഔട്ട്ഡോർ കാണാത്തൊരു ഷോട്ടും വെച്ചിട്ടില്ല. എല്ലാ ലൈറ്റ് ഉണ്ടെങ്കിലും അതിനിടയിൽ കൂടെ ചുറ്റുപാട് വിൻഡോ ആണ്, ഗ്ലാസ് ഡോർസാണ് എല്ലാം. അങ്ങനത്തെ ഒരു ബംഗ്ലാവാണ്. എവിടെയെങ്കിലും ഔട്ട്ഡോർ കാണും. അപ്പോൾ ഔട്ട്ഡോറും കൂടെ നോക്കിയാൽ അറിയാമല്ലോ. അത് ഡേ ഫോർ നൈറ്റിലും അങ്ങനെ ചെയ്തില്ല എന്ന് ചോദിച്ചു പുള്ളി. അപ്പം വേണ്ട, നിങ്ങളെല്ലാം അങ്ങനെ നൈറ്റാണെങ്കിൽ പ്രത്യേകം എഴുതരാം, നൈറ്റാണെങ്കിൽ എഴുതരാം, അല്ലെങ്കിൽ എല്ലാം ഡേ ആണെന്ന് പറഞ്ഞ് പിന്നെ അതെല്ലാം രണ്ടാമത് വീണ്ടും ഒക്കെ ഗ്രേഡ് ചെയ്യാനെ കൊടുത്തു വിട്ടു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് റഷ് കാണുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ റഷ് ലാബിലിരുന്ന് കാണണം. അപ്പം പ്രസാദ് ലാബിൽ റഷ് കാണാൻ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തിരുപ്പതി ചെട്ടിയാർ അദ്ദേഹത്തിനൊരു അധൈര്യമുണ്ടായിരുന്നു. സിനിമ ഇതെങ്ങനെയാവും, വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു വല്ലാത്തൊരു അധൈര്യം അന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റഷ് കാണാൻ വേണ്ടിയിട്ട് ഞാനുണ്ട്, മണിയണ്ണനുണ്ട്, തിരുപ്പതി ചെട്ടിയാരുണ്ട്, സന്തോഷ് ശിവനുണ്ട്. അതിൻ്റെ എഡിറ്റർ ശങ്കുണ്ണിയേട്ടനായിരുന്നു ആ പടത്തിൻ്റെ എഡിറ്റർ. എൻ്റെ ഒരേ ഒരു പടയെ ശങ്കുണ്ണിയേട്ടൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഈ വർഷം എൻ്റെ ഒരു പെർമനൻ്റ് എഡിറ്ററാണ് ശങ്കുണ്ണിയേട്ടൻ. അതുകൊണ്ട് ശങ്കുണ്ണിയേട്ടനെ വയ്ക്കണമെന്ന് പറഞ്ഞ് എനിക്കും വലിയ സന്തോഷം. കാരണം വളരെ സീനിയറായിട്ടൊരു എഡിറ്റർ. എൻ്റെ വേറെ പടം ചെയ്തിട്ടുമില്ല അദ്ദേഹം, ഒരേ ഒരു പടം. അങ്ങനെ ശങ്കുണ്ണിയേട്ടനുണ്ട്. ഞങ്ങളെല്ലാം കൂടി ഒന്ന് ആ സിനിമയുടെ റഷ് കാണുകയാണ് പ്രസാദ് ലാബിൽ. അപ്പോൾ ഇതിങ്ങനെ ഇട്ടു. ഓരോ ഫ്രെയിമും ഗംഭീരമാണ്. ഞാൻ ചെയ്ത സിനിമകളിൽ ഒരു വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് പോലെ ഓരോ ഫ്രെയിമുകളും ഉള്ളൊരു സിനിമയായിരുന്നു ന്യൂ ഇയർ. പ്രത്യേകിച്ച് തന്നെ മിച്ചൽ ക്യാമറയും വന്നപ്പോൾ വളരെ ക്ലാരിറ്റിയും. അപ്പോൾ അങ്ങനെ ആ സിനിമയുടെ റഷ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു.
ഭയങ്കര ഗംഭീരം. അപ്പോൾ ഈ ഡേ സീനിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് പ്രത്യേക ഒരു മൂടാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ മറ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഒന്നും ഇല്ലാതെ എല്ലാം നാച്ചുറൽ ലൈറ്റായിട്ടാണ് തോന്നുന്നത് എല്ലാം. ഇതെല്ലാം കണ്ട് റഷ് കണ്ടിരിക്കുന്നു. ചെട്ടിയാരപ്പുറത്തിരിപ്പുണ്ട്, ഞാനും സന്തോഷമൊക്കെ ഉണ്ട്. ശങ്കുണ്ണിയേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. ശങ്കുണ്ണിയേട്ടൻ അത് എഡിറ്റിങ് കണ്ടുകൊണ്ട് ജോഷിയേട്ടൻ എന്താ വരുമെന്ന് ശങ്കുണ്ണിയേട്ടൻ പോയി. ഇത് കഴിഞ്ഞിട്ട് റഷ് തീർന്നു. ലൈറ്റ് ഓണായി. ലൈറ്റ് ഓണായപ്പോൾ ഞാൻ കണ്ട ചെട്ടിയാരെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. തിരുപ്പതി ചെട്ടിയാർ എണീറ്റ് വന്നിട്ട് സന്തോഷം ഇവനെ കെട്ടിയൊരു പിടിച്ചിട്ട് 2 കവളിലൊരു ഉമ്മ. டே தம்பி, நீ ரொம்ப 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 கெட்டிக்காരൻ, ഞാൻ എന്നതോ നനച്ച് നീ എവളോ പണി വെച്ചിരിക്കേ, ഇതാണ് പറഞ്ഞ വാക്ക്. അപ്പോൾ അത് കഴിഞ്ഞു. വലിയ സന്തോഷമായി. അങ്ങനെ ആ സിനിമ പൂർത്തിയാക്കി റിലീസ് ചെയ്തു. തിരക്കില്ലാതെ വലിയ സൂപ്പർ ഹിറ്റൊന്നും ആയില്ല, പക്ഷേ ദോഷമില്ലാത്ത രീതിയിൽ കളക്ട് ചെയ്തൊരു സിനിമയായിരുന്നു ന്യൂ ഇയർ. ജയറാം, ശ്രീനിവാസൻ തുടങ്ങി മറ്റ് ആർട്ടിസ്റ്റുകൾ, ഇത് കാണാൻ വേണ്ടി നിൽക്കുന്ന ജനത്തിൻ്റെ കൂട്ടം, അവരെ നിയന്ത്രിക്കാൻ നിൽക്കുന്ന പോലീസുകാർ, ഇതെല്ലാം കൂടെ വന്ന് ആപ്പാടൊരു വല്ലാത്ത സിറ്റുവേഷൻ. ഈ കായലിൻ്റെ കരയിലാണ്. അവസാനം ഇയാൾ ഡയലോഗും പറയുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നു. അവസാനം ഒരു പോലീസുകാരൻ നിജത്തിനെയും വിളിച്ചു, എന്താണ് അവിടെ പ്രശ്നം ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, അത് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ട് ശരിയാവുന്നില്ല, ഒരുപാടായി. അയാൾ 10 മിനിറ്റ് വിട്ടു തരാമോ, തത്ത് പറയിക്കുന്നല്ലോ, ഇപ്പോൾ പറയിച്ചു തരാം.